1000 വാക്കുകളെക്കാൾ കരുത്ത് ചിലപ്പോൾ ഒരു ചിത്രത്തിനുണ്ടാകും. 1000 വാക്കുകളെക്കാൾ കൂടുതൽ സന്ദേശം ഒരു പക്ഷേ ഒരു ചിത്രത്തിന് നൽകാൻ കഴിഞ്ഞേക്കും എന്ന് മാധ്യമപ്രവർത്തകർക്കിടയിൽ പൊതുവെ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് അമേരിക്കൻ കോൺഗ്രസിൽ, അമേരിക്കൻ പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം മുഴങ്ങിക്കേട്ടു. അമേരിക്കൻ കോൺഗ്രസിലെ ഒരംഗം സിഡ്നി കാംലാഗർ ഡോ ആണ് ഇത് ഉദ്ധരിച്ചത്. എന്നു മാത്രമല്ല, അതിരൂക്ഷമായ വിമർശനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അവർ നടത്തിയത്. കാരണം എന്താണെന്ന് കൂടി കേൾക്കണ്ടേ? ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപ്രധാനമായ ഒരു കരുത്തുള്ള ശക്തനായ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുത്താൻ ട്രംപിന് സാധിച്ചു, ഒരു അമേരിക്കൻ പ്രസിഡന്റിന് സാധിച്ചു എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സിഡ്നി അതിരൂക്ഷമായ വിമർശനം ട്രംപിനെതിരെ ഉന്നയിച്ചത്. ട്രംപിൻ്റെ ചെയ്തികൾ ഭാരതത്തെ അമേരിക്കയിൽ നിന്ന് അകറ്റി ഭാരതത്തെ പോലെ കരുത്തുള്ള ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുത്താനാണ് ട്രംപിൻ്റെ പ്രവർത്തികൾ സഹായിച്ചത്. സ്വന്തം മുഖം വികൃതമാക്കാൻ, വെറുക്കപ്പെട്ടതാക്കാൻ വേണ്ടി മൂക്കുമുറിക്കുന്നത് പോലെയുള്ള ഒരു മഹാവൃത്തികെട്ട പരിപാടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്തത് എന്നും ഡെമോക്രാറ്റിക്കിന്റെ അംഗം കൂടിയായ സിഡ്നി അമേരിക്കൻ കോൺഗ്രസിൽ പറഞ്ഞു. വെറും ആരോപണമല്ല, അവർ ഒരു ചിത്രം ചൂണ്ടിക്കാട്ടി, അത് ആ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചു. മറ്റൊന്നുമല്ല, ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഇന്ത്യ റഷ്യ ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ഇന്ത്യയുടെ കരുത്തുറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ച് അദ്ദേഹത്തെ സ്വന്തം കാറിൽ കൊണ്ടുപോകുന്ന ചിത്രമാണ് അവർ അവിടെ പ്രദർശിപ്പിച്ചത്. ആ ചിത്രത്തിന് 1000 വാക്കുകളെക്കാൾ മൂല്യമുണ്ട് എന്നായിരുന്നു സിഡ്നിയുടെ പരാമർശം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുഖമടച്ചു കിട്ടിയ ഒരു അടിയാണ് ഈ വ്ളാദിമിർ മോദി കൂടിക്കാഴ്ചയെന്നും ഈ വ്ളാദിമിർ പുടിന് നൽകിയ സ്വീകരണമെന്നും അവർ പറഞ്ഞു വെച്ചു. മാത്രമല്ല, ട്രംപ് നിരന്തരം പറയുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധങ്ങളടക്കം 8 യുദ്ധങ്ങൾ നിർത്തിവയ്പ്പിച്ചത് ഞാനാണ്, സമാധാനം കൊണ്ടുവന്നത് ഞാനാണ്, അതുകൊണ്ട് എനിക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം എനിക്ക് കിട്ടണം, എനിക്ക് ലഭിക്കേണ്ടതാണ്, എനിക്കതിന് അർഹതയുണ്ട് എന്നാണ് ട്രംപ് നിരന്തരം പറഞ്ഞു വരുന്നത്. അതിനെയും അവർ അതിരൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഒരു അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ പാർലമെന്റിൽ അഥവാ അമേരിക്കൻ കോൺഗ്രസിൽ ഇത്ര രൂക്ഷമായ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സിഡ്നി പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമല്ല തരേണ്ടത്, മറിച്ച് അമേരിക്കയുടെ എക്കാലത്തെയും കരുത്തുറ്റ സുഹൃത്തായ, ഏറ്റവും ആത്മാർത്ഥ സൗഹൃദമുള്ള ഭാരതത്തെ അമേരിക്കയിൽ നിന്ന് അകറ്റിയതിനൊരു നോബൽ സമ്മാനം തരണമെങ്കിൽ അത് നിങ്ങൾക്ക് തരേണ്ടതാണ്, നിങ്ങൾ അതിനാണ് അർഹൻ എന്നാണ് അവർ പറഞ്ഞത്. നോക്കൂ, അമേരിക്കയിൽ തന്നെ നമുക്ക് അമേരിക്കയുടെ ജനാധിപത്യ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അമേരിക്കൻ കോൺഗ്രസ് എന്ന് പറയുന്നത്, അവിടെ അമേരിക്കൻ പാർലമെന്റിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവിടെ വളരെ കൃത്യമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ട്രംപിന് ഇതിനേക്കാൾ മാരകമായ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് വേറെ കിട്ടാനില്ല. ട്രംപ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ ഫോണിൽ വിളിക്കുകയും സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്തു. വ്യക്തിപരമായി നരേന്ദ്രമോദിയുടെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ തിരക്കുകയും നല്ല വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഭാരതത്തിന് മേൽ ഇരട്ടത്തീരുവയും പിഴച്ചുങ്കവും ഉപരോധവും ഒക്കെ ഏർപ്പെടുത്തി ഭാരതത്തിൻ്റെ വ്യാപാരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ട്രംപ് ഇനി എന്തൊക്കെ പറഞ്ഞാലും പഴയ വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിയുമോ? ഈ ചോദ്യമല്ലേ സത്യത്തിൽ ഈ അമേരിക്കൻ കോൺഗ്രസ് അംഗം, പാർലമെന്റ് അംഗം അവിടെ ഉന്നയിച്ചത്? ഇതിന് ട്രംപ് എന്ത് മറുപടിയാണ് നൽകുന്നത് എന്നറിയാൻ ലോകം കാത്തിരിക്കുന്നു.
ട്രംപിൻ്റെ കയ്യിൽ കൃത്യമായൊരു മറുപടി ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അനാവശ്യമായി ചൊറിഞ്ഞ് ഇന്ത്യയെ ശത്രുസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുന്ന അമേരിക്കൻ നയം, അതിനെയാണ് അവർ അവിടെ അതിരൂക്ഷമായി വിമർശിച്ചത്. ഈ ഏഷ്യ പസഫിക്കിലെ ഏറ്റവും കരുത്തുറ്റ ഒരു സുഹൃത്ത് അമേരിക്കയ്ക്ക് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണോ, അത് ചൈനയാണോ, അത് റഷ്യയാണോ, അതോ ഇന്ത്യയാണോ? സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ ചേരിചേരാ നയം സ്വീകരിച്ച് ആരുടെയും കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതെ, എന്നാൽ ഒരു സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ ഓടിയെത്തി, ചോദിക്കാതെ തന്നെ ഓടിയെത്തിയത് നൽകുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. അതാണ് നമ്മുടെ പാരമ്പര്യം. അങ്ങോട്ട് പോയി നമ്മൾ ആരെയും ആക്രമിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ തുടരും. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തെ ലോകത്തിൻ്റെ വിശ്വഗുരുവാകാൻ, അറിവിൻ്റെ അറിയാത്ത സീമകളും ലംഘിച്ചു നിൽക്കുന്ന ആ വിശ്വഗുരുവിനെ, ആ ജ്ഞാനസൂര്യനെ എപ്പോഴും തങ്ങൾക്കൊപ്പം നിർത്തേണ്ടതല്ലേ എന്നാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗം ചോദിക്കുന്നത്. ഇതിന് ട്രംപ് എന്ത് മറുപടി നൽകും? ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ട്രംപിൻ്റെ മറുപടിക്കായിട്ട്. ട്രംപിന് കൃത്യമായൊരു മറുപടി ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് കഴിഞ്ഞ ദിവസം പെൻറ്റഗണിൻ്റെ മുൻ പ്രതിരോധ വിദഗ്ധൻ, പെൻറ്റഗണിൽ നിന്ന് വിരമിച്ച ഒരു പ്രതിരോധ വിദഗ്ധൻ മൈക്കേൽ റൂബിൻ, അദ്ദേഹവും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. അദ്ദേഹവും കണക്കറ്റ് ട്രംപിനെ പരിഹസിച്ചു. റഷ്യയെ ഇന്ത്യയുമായി കൂടുതൽ അടുപ്പിച്ച, അല്ലെങ്കിൽ കൂടുതൽ അടുക്കാൻ സാഹചര്യം സൃഷ്ടിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ട്രംപിന് അഭിമാനിക്കാം, റഷ്യയ്ക്കൊരു കരുത്തുള്ള ഒരു സുഹൃത്തിനെ, ഒരു മികച്ച, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം വളരെ നീണ്ടതാണ്. അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എല്ലാ കാലത്തും ഇന്ത്യക്കൊപ്പം നിന്ന ഒരു കരുത്തുള്ള ഒരു ആണവ ശക്തി കൂടിയാണ് റഷ്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതെല്ലാം കടന്ന് ഇപ്പോൾ മോദിയും പുടിനും പരസ്പരം വാരി പുണരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു അത് ട്രംപാണ്. അതിന് കാരണം ട്രംപിന്റെ വികലമായ വ്യാപാര നയങ്ങളാണ് എന്നായിരുന്നു മുൻ പെൻറ്റഗൺ വക്താവും ചൂണ്ടിക്കാട്ടിയത്. ഇന്നിപ്പോൾ അത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് അംഗം പാർലമെന്റിനുള്ളിൽ അമേരിക്കൻ കോൺഗ്രസിൽ അതിശക്തമായി ട്രംപിനെ അതും ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്നു, പരിഹസിക്കുന്നു. ഒരു ചിത്രത്തിന് 1000 വാക്കുകളെക്കാൾ മൂല്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ ചിത്രം ലോകത്തിന് നൽകിയ സന്ദേശം എന്താണ് എന്ന് വ്യക്തമാണ്. ലോകത്തിലെ 2 മഹാശക്തികൾ ഒരുമിച്ചിരിക്കുന്നു. അമേരിക്ക തകർന്നടിയാൻ പോകുന്നു. അമേരിക്ക സ്വയം നാശത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സിഡ്നി വെറുതെ പറഞ്ഞതല്ല, ഡെമോക്രാറ്റുകൾ വെറുതെ ചൂണ്ടിക്കാട്ടിയതല്ല അത്. അമേരിക്കയിൽ നമുക്കറിയാം, വലിയ പ്രക്ഷോഭം തെരുവുകളിൽ നടക്കുകയാണ്.